സ്വസ്ഥമായിട്ടുള്ള സമയം ദൈവത്തിന്റെ സ്വരം കേൾക്കാം. ദൈവകരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കും. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ജീവിതം പുനരാരംഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, തീരുമാനമെടുക്കാം. ഉടമ്പടി ലംഘിക്കപ്പെട്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ മാത്രമാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തത അജഞ്ചലവുമാണ്. കഥാവ്യാവലി ബോധ്യത്തോടെ ഈ ഉടമ്പടി, അങ്ങുമായിട്ടുള്ള ഉടമ്പടി പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ ഏതാനും വചനങ്ങള്, 10-15 വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നേരിട്ടെടുക്കുന്നത് നല്ലതാണ്. ഇവയെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി നമ്മൾ സ്ഥാപിച്ചാൽ, ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ 15-ന്റെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ 15-7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കണം. അതാണ് വ്യവസ്ഥ, അതാണ് ഉടമ്പടി. അങ്ങനെയെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു വചനം 1 സാമുവേൽ 1:30. 1 സാമുവേൽ 1:30 പറഞ്ഞിരിക്കുന്നത്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നമ്മൾ ദൈവത്തെ ആദരിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെയും ആദരിക്കും എന്നുള്ളത് വാഗ്ദാനമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വചനം നിയമാവർത്തനം 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വചനം, അതുപോലെ നിയമാവർത്തനം 28-ന്റെ 13-ാമത്തെ വചനം. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം നമ്മൾ പാലിക്കുന്നെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. അതിന് നമ്മൾ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. എങ്കിൽ അനുഗ്രഹം സമൃദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. യോഹന്നാൻ 2-ന്റെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, പരിശുദ്ധ കന്യാമറിയം പറഞ്ഞൊരു കാര്യമാണ്, അവൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക. യേശു പറയുന്നത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അത്ഭുതങ്ങള്, അടയാളങ്ങള് അവൻ പ്രവർത്തിക്കും എന്നുള്ളത് ഈ വചനത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. മറ്റൊരു വചനം യെശയ്യാ 48:18 നമ്മൾ കാണുന്നു. യെശയ്യാ 48:18 പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സമാധാനം നദി പോലെ ഒഴുകി വരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനം, നിലനിൽക്കുന്ന സമാധാനം. അത് കിട്ടാനുള്ള മാർഗം പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 5:24 വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 5:24 നമ്മൾ കാണുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവും. എൻ്റെ വചനം കേൾക്കണം, എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് 37-ാമത്തെ വചനം കൂടി എടുത്താൽ, യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എൻ്റെ അടുക്കൽ എത്തുന്ന ഒരാളും ഉപേക്ഷിക്കപ്പെടില്ലെന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നിന്ന് എത്താൻ പരിശ്രമിക്കണം. മർക്കോസിന്റെ സുവിശേഷം 1:40 മുതൽ വായിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ പക്കലെത്തിയത് കൊണ്ട് അവൻ്റെ കുഷ്ഠം മാറി അവന് ഒരു നല്ല മരണം കിട്ടി. അല്ലായിരുന്നെങ്കിൽ അവൻ കുഷ്ഠരോഗിയായിട്ട് മരിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ അടുക്കൽ എത്തിയാൽ യേശു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനം പറയുന്നത്. വീണ്ടും യോഹന്നാൻ 6:54 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും.